നമസ്കാരം. ട്രാവൽ മാക്സ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോയമ്പത്തൂർ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് കോയമ്പത്തൂരിലെ അവിനാശി റോഡിലുള്ള GD കാർ മ്യൂസിയം ആൻഡ് സയൻസ് എക്സിബിഷനിലാണ് ഉള്ളത്. നമുക്കിവിടെ കോംബോ ടിക്കറ്റ് ഉണ്ട്. അതായത് കാർ മ്യൂസിയത്തിന്, വിൻറ്റേജ് കാർ മ്യൂസിയത്തിൻ്റെയും സയൻസ് എക്സിബിഷൻ്റെയും കൂടിയിട്ട് ഒരു കോംബോ 175 റുപ്പീസ് പെർ ഹെഡിനാണ്. നമ്മൾ ഇന്ന് അതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് കാണാനുണ്ട്. കാരണം എന്ത്, കാർ തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ടെന്നാണ് പറഞ്ഞു കേട്ട് നമുക്ക് എക്സിബിഷൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വരുമ്പോൾ തന്നെ അടിപൊളി വൈബാണ് ഉണ്ടാക്കണ്ടല്ലേ. അതെങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് എങ്ങനെ വരുന്നില്ല. ആ ഒരു ബോൾ കണ്ടില്ല, ആ ബോൾ നേരെ കറങ്ങി 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 ലിഫ്റ്റ് വഴി നേരെ അതിന് മുകളിൽ പോകും. സംഭവം അടിപൊളിയാട്ടാ. ഇത് കോയമ്പത്തൂരിൽ അധികം നമ്മുടെ മലയാളീസിന് അധികം അറിയാത്തൊരു സംഭവമാണ് ഇങ്ങനെയുള്ളൊരു കാർ മ്യൂസിയം കേട്ടോ. കോയമ്പത്തൂർ വരികയാണെന്ന് വെച്ചാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണിത്, GD കാർ മ്യൂസിയം ആൻഡ് സയൻസ്. വിൻറ്റേജ് കാർ മ്യൂസിയമാണ്. അടിപൊളി വൈബാണ്. ഒരു ലോകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. എൻട്രി ടിക്കറ്റ് അവിടെ தமிழ். ஓகே, நோ ப்ராப்ளம். உள்ள போட்டோஸ் எடுத்துக்கலாம், பட் காரை டச் பண்ணாம பாருங்க. காருக்கு முன்னாடி செயின் போட்டுருப்பா, அதே க்ளோஸ் பண்ணிக்கலாம். சரி. செக்ஷன் 1 டைம் விசிட் தான். அந்த யூட்டர்ன் பேரியர் தெரியுதுங்க. அதுக்கு பின்னாடி லெஃப்ட் சைடுல கார் செக்ஷன் மேல போகுது. நீங்க மேல போய்ட்டு எக்ஸிட் ஆயிடுவீங்க. சோ கீழ எல்லா காரையும் பார்த்து முடிச்சதுக்கு அப்புறம் மேல போய் இப்படி வரணும் இல்ல இப்படி அப்புறம் அந்த சைடு போய்டுவீங்க. சயின்ஸ்ல ஸ்டேஜ் பின்னாடி ഇത് കാറുകളെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഫസ്റ്റ് നമ്മൾ ഇതിൽ കയറിയ മ്യൂസിയത്തിൽ, കാർ മ്യൂസിയത്തിൽ കയറിയ പാടെ തന്നെ ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററിയാണ് ഇവിടെ കാണിക്കുന്നത് TV കേട്ടോ. പലതരത്തിലുള്ള മോഡലുകൾ, വിൻറ്റേജ് കാറുകളുടെ മോഡലുകൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വരവേൽക്കുന്നത് തന്നെ GD കാർ മ്യൂസിയം കോയമ്പത്തൂർ, പ്ലീസ് ഡോണ്ട് ടച്ച്. അടിപൊളിയല്ലേ. ഇത് ഫോർഡ് കോദ്രി സൈക്കിൾ, ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1896 ഫോർഡിൻ്റെ കോദ്രി സൈക്കിൾ.
ദ റഡ്ജ് മൾട്ടി 1912 മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. എയറോ മോഡൽ കട്ട് സെക്ഷൻ എഞ്ചിൻ. പഴയ വിൻറ്റേജ് കാറുകളുടെ സസ്പെൻഷനും ഫ്രണ്ടേജും ഇതൊക്കെയാണ് കാണുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തിൻ്റെ സാമ്പിളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഫ്ലൈ വീല്, ഗിയർ സെലക്ടർ, ടോർക്ക് കൺവേർട്ടർ, ഹൗസിങ് ഇങ്ങനെയെല്ലാം ഉണ്ട് ഇതിൽ. ഗിയർ ബോക്സ്, ഹോൾ ഇഞ്ചിൻ്റെ അല്ലേ, മൊത്തം ഇഞ്ചിൻ്റെ എല്ലാം അതുണ്ട്. ഗിയർ ബോക്സ് വരെ ഉണ്ട്. പ്രഷർ പ്ലേറ്റ്, ഗിയർ ബോക്സ്, അടുത്ത അങ്ങനെ പോയിട്ട് വരാം അല്ലേ. ഇത് ഫോർഡിൻ്റെ ടി റോഡ് സ്റ്റാർ. ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1926. നമ്പേഴ്സ് പ്രൊഡ്യൂസഡ് 15 മില്യൺ. 15 മില്യൺ പ്രൊഡ്യൂസഡ്. കമ്പനി ഫോർഡ് മോട്ടോർ കമ്പനി. കൺട്രി ഓഫ് റീജിയൻ അമേരിക്ക. എൻജിൻ ഇൻലൈൻ 4 സിലിണ്ടേഴ്സ് 2 സ്പീഡ് പ്ലാനറ്ററി ഗിയർ ആണ്. പവർ 20 HP ആണ്. ടോപ്പ് സ്പീഡ് 40-45 കിലോമീറ്റർ. കോച്ച് വർക്ക് 2 ഡോർ റോഡ് സ്റ്റെയർ. ഇതാണ് ഈ കാറിൻ്റെ. ഇത് വന്നിട്ട് വോക്സ് വാഗൻ്റെ ബെറ്റിൽ. ഇയർ ഓഫ് പ്രൊഡക്ഷൻ വന്നിട്ട് 1969. നമ്പർ ഓഫ് പ്രൊഡ്യൂസർ 21 ലക്ഷത്തിയോ അത് എത്രയാണെന്ന് തന്നെ അറിയണില്ല. കമ്പനി വോക്സ് വാഗനാണ്. കൺട്രി ഓഫ് റീജിയൻ ജർമ്മനിയാണ് കേട്ടോ. അത് വോക്സ് വാഗൻ്റെ ജർമ്മനിയാണ്. എൻജിൻ 1.5 cc ആണ്. പവർ 53 HP. ടോപ്പ് സ്പീഡ് 90 mph. കോച്ച് വർക്ക് മോഡുലേറ്റർ ആഫ്റ്റർബിൾ. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇത്. വോക്സ് ഓൺ ബെറ്റിൽ. വോക്സ് ഓണിൻ്റെ ഒരു പകുതി ആക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ. പകുതി ബോഡിയും പകുതി എൻജിനൊക്കെ ആയിട്ട്. വോക്സ് വാഗൻ്റെ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടേജാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ സസ്പെൻഷൻ അങ്ങനെ ഫ്രണ്ടേജ് ആ സിസ്റ്റമാണ് കാണിക്കുന്നത്. സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇയാൾ വന്നിട്ട് സിട്രോസൻ 2 CV ആണ്. ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1948. 3.8 മില്യൺ പ്രൊഡ്യൂസറാണ്. കമ്പനി സിട്രോസൻ. കൺട്രി ഓഫ് റീജിയൻ ഫ്രാൻസ് ആണ്. ഫ്രാൻസിൻ്റെ വണ്ടിയാണ്. എൻജിൻ 375 cc. അപ്പോൾ അത്ര ഉള്ളൂ. 3.7, അതായത് 375 cc പറയുമ്പോൾ അത്ര തന്നെ ഉണ്ട് അല്ലേ. പവർ വന്നിട്ട് ഇതിൻ്റെ 9 bhp. ടോപ്പ് സ്പീഡ് 100 km/h. ഇതാണ് നമ്മുടെ മിനി. ഇതാണ് ഫിയറ്റ് അല്ലേ. ഫിയറ്റിൻ്റെ
എത്ര ചെറിയ വണ്ടി, അതായത് ഫിയറ്റ് ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1957, ഫിയറ്റ് ഇറ്റലി, മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. 38,93,294 പ്രൊഡ്യൂസറാണ്. എൻജിൻ 479 cc, 53. ഇത് മിനി മേഫയറാണ്. ഇയർ ഓഫ് പ്രൊഡക്ഷൻ വന്നിട്ട് 1984. കമ്പനി ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ UK ആണ് ഇതിൻ്റെ ജന്മാവകാശ. കൺട്രി ഓഫ് ഒറിജിൻ യുണൈറ്റഡ് കിങ്ഡമാണ്. എൻജിൻ 998, അതായത് 1000 കുറച്ച് കമ്മി, 2 കമ്മി. ടോപ്പ് സ്പീഡ് വന്നിട്ട് 52. ലിമോസിൻ അടിപൊളിയാണ്. ഞാൻ അവിടെ പോയിട്ട് അതിനെ എനിക്ക് തിരിച്ചു വരണം. KL 1 ആണുള്ളത്. KL 1 ആണല്ലോ. തിരുവനന്തപുരം. ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ട, ഈ ലിമോസിൻ്റെ KL 1P3141 ട്രിവാൻഡ്രം കാറാണ്. ഇതാ നമ്മുടെ പഴയ ടൊയോട്ട KL 8L8383 ടൊയോട്ടയാണ്. വൺ സൈഡ് തുറന്നൊക്കെ വെച്ചിട്ടുണ്ട്. ടൊയോട്ട ഇത് 1991 ആണ് ഇതിൻ്റെ ഇത് മോഡല്. നമ്പർ 15,500 ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. കമ്പനി ടൊയോട്ട സെൻട്രൽ മോട്ടോർ. 121 മാക്സിമം സ്പീഡാണ് ഇതിൻ്റെ. 121. നമ്മുടെ പഴയ മാരുതി 800. മസ്ദ RX-8 ആണിത്. 2004 മോഡല്. 2150 വണ്ടി അത് ഇറക്കിയിട്ടുള്ളൂ. കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ജപ്പാൻ വണ്ടിയാണ് കേട്ടത്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 235 per kilometer ആണ്. ഇത് ഫിയറ്റ് 600, 1967 മോഡലാണ്. ഫിയറ്റ്. ടോപ്പ് സ്പീഡ് 120 kilometer. 2 door സലൂണാണ്. എൻജിൻ 633 cc ആണ്. എന്താ പോയാ Fiat 500 Topolino 1936 model, 569 cc. Top speed വന്നിട്ട് 80. Citroen Dyna, year of production 1967 ആണിത്. കമ്പനി സിട്രോയിൻ, ഫ്രാൻസ് വണ്ടിയാണ് കേട്ടോ അത്. എൻജിൻ 425 cc, പവർ വന്നിട്ട് 12 HP. 5 door ഉണ്ടോ? എന്താ കളറില്ല അതിൻ്റെ. പീജോട്ടാണ്, ഫ്രാൻസിൻ്റെ വണ്ടി. എൻജിൻ
ഓ, എഞ്ചിൻ നല്ല പവറാണല്ലോ. 1468 cc ആണ്. പവർ വന്നിട്ട് 65 HP, ടോപ്പ് സ്പീഡ് 90 mph. എന്താണ് ഇപ്പോൾ പവർ ഇത്ര ഉണ്ടായിട്ട് അല്ലേ? 65 ടോപ്പ് സ്പീഡ് 90 mph. ഇതിൻ്റെ ബോഡിയുടെ ഉണ്ടായിരിക്കും അല്ലേ ടോപ്പ് സ്പീഡ്. ഫോർ ഡോർ സെഡാനാണ്. ഇതും PG8 തന്നെയാണ്. ഇതും 1948 ആണ് ഇതിൻ്റെ മോഡല്. ഫ്രാൻസ് കമ്പനി. എൻജിൻ കപ്പാസിറ്റി വന്നിട്ട് 1290 cc ആണ്. പവർ 4980 km/h. ഇതൊക്കെ സിട്രോയിൻ ആണ് കേട്ടോ. ഇതൊന്നും വലിയ ഇതില്ല. ഇതാണ് PG8 വേറൊരു വണ്ടി. ഇത് 1975 മോഡലാണ്. 182 km/h ഉണ്ട്. ഫ്രാൻസ് വണ്ടിയാണ്. ഇതും PG8 വണ്ടിയാണ്. 1968 ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഫ്രാൻസ് 116 km/h ആണ്. ഇത് എൻജിൻ CC കുറച്ച് കൂടുതലാണ്. 1796 cc ഉണ്ട്. ഇത് ന്യൂ ബെറ്റിൽ 2.0 2010 മോഡല്. വോക്സ്വാഗൻ്റെ. കൺട്രി ഓഫ് റീജിയൻ മെക്സിക്കോ ആണ്. എൻജിൻ 1984 ആണ്. പവർ 120 bhp ഉണ്ട്. കോച്ച് വർക്ക് 3 ഡോർ ഹാച്ച് ബാക്ക്. അടിപൊളി കളറാണ്. സൂപ്പറായിട്ടുണ്ട്. എന്താ വോക്സ്വാഗൻ്റെ എന്താ സാധനം. വോക്സ്വാഗൻ്റെ ഒരു വാനാണ് അത്. ഏതാ സ്റ്റൈലൻ വാഗനാണ്. ഇത് 1972 കമ്പനി വോക്സ്വാഗൻ. കൺട്രി ജർമ്മനി. എൻജിൻ 4 സിലിണ്ടർ. പവർ വന്നിട്ട് 66 bhp. ടോപ്പ് സ്പീഡ് 90 km/h. വാൻ വിത്ത് LH സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. ഇതിൻ്റെ അടിപൊളിയായിട്ടുണ്ട്. ഇത് 2000 മോഡൽ BMW C1 എന്ന് പറയുന്ന ചെറിയ 2 വീലറാണ്. BMW ആണ്. കൺട്രി ജർമ്മനിയാണ്. എൻജിൻ 124 cc ആണ്. അടിപൊളി മോഡലാണ്. മെർസിഡീസ് ബെൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൻ്റെ ലോഗോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മെർസിഡീസ് ബെൻസിൻ്റെ. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് 1949. മെർസിഡീസ് ബെൻസ് ജർമ്മനിയാണ്. 1767 cc ആണ്. പവർ 52 PS. ടോപ്പ് സ്പീഡ് വന്നിട്ട് 76. 4 ഡോർ സെഡാനാണ്. ഇതും മെർസിഡീസ് ബെൻസാണ്. പക്ഷേ അതിൻ്റെ ലോഗോ കാണാനില്ല. എന്തായാലും അതിൻ്റെ ഉള്ളൊക്കെ അടിപൊളിയായിട്ടാണ്. ബെൻസ് തന്നെയാണ്. ഇത് വന്നിട്ട് 1976 മോഡലാണ്. ഇതിൻ്റെ പവർ 110 ആണ്. ടോപ്പ് സ്പീഡ് 120 km ആണ്. അത് ജർമ്മനി മെയ്ഡാണ്. സെയിം മെർസിഡീസ് ബെൻസ് 1999 ആണ്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വന്നിട്ട് 140 ആണ്. എൻജിൻ പവർ 2295. 2 ഡോർ സെഡാൻ. റോഡ്സ്റ്ററാണ് കേട്ടോ. അടിപൊളി കളറ് നന്നായിട്ടുണ്ട്. ഇതൊരു സ്മാർട്ട് ഫോർട്ട് പറഞ്ഞിട്ടൊരു സംഭവമാണ്. 1998 മോഡലാണ്. DDR. പോർഷ്. ഇത്
ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഊഹിച്ചെടുത്തോളും പോർഷാണെന്നുള്ളത്. ഇതിപ്പോഴും മോഡൽ ഇതിൻ്റെ ഫ്രണ്ട് അങ്ങനെ തന്നെയാണല്ലേ. ഇതിൻ്റെ പോർഷിൻ്റെ ഫ്രണ്ട് ഇപ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇത് പോർഷ് 2000 മോഡലാണ്. ഇതിൻ്റെ CC 3200 CC ആണ്. ഇതിൻ്റെ പവർ വന്നിട്ട് 250 HP ആണ്. ടോപ്പ് സ്പീഡ് 158 ആണ്. അത് പോർഷിൻ്റെ ഛത്തീസ്ഗഡാണ് ഇതിൻ്റെ നമ്പർ. ഇത് പെക്കാർഡ് സൂപ്പർ 8 എന്നുള്ള ഒരു മോഡലാണ് കേട്ടത്. അമേരിക്കൻ കമ്പനിയാണ്. എൻജിൻ 5361 CC, 5361 CC, പവർ 145 HP ഉണ്ട്. ടോപ്പ് സ്പീഡ് 143. 4 ഡോർ സിഡാന്. നിങ്ങളെ കണ്ടില്ല എൻ്റെ വണ്ടിൻ്റെ, സോറി. ഫോർഡ് മൊബൈൽ ഡെൽറ്റയാണ്. കളർ സൂപ്പറായിട്ടുണ്ട്. 1980 മോഡലാണ്. അമേരിക്കൻ കമ്പനി. അമേരിക്കയാണ് കൺട്രി ഓഫ് റീജിയൻ. 4 ഡോർ സിഡാനാണ് കേട്ടോ. 110 HP ആണ്. ടോപ്പ് സ്പീഡ് വന്നിട്ട് 85. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. കളർ ഇതിൻ്റെ സൂപ്പർ കളറായിട്ടുണ്ട്. ഇതിൻ്റെ പവർ 100 HP ആണ്. ടോപ്പ് സ്പീഡ് 116 mph. 4 ഡോർ സിഡാനാണ്. അത് USA ആണ്. അമേരിക്കൻ കമ്പനി തന്നെയാണ്. ഇത് നമ്മുടെ മറ്റേ കൊലകൊമ്പൻ ആനനെ പോലെ ഉണ്ടല്ലോ സാധനം. മുമ്പിൽ ആ എടുപ്പ് കണ്ടില്ലേ. അടിപൊളിയായിട്ടുണ്ട്. ഷെവർലെറ്റിൻ്റെ ഫ്ലീറ്റ് മാസ്റ്റർ സീരീസ് 2100 1947 മോഡലാണ്. ഈ ഷെവർലെറ്റിൻ്റേത് GM മോട്ടോഴ്സ് തന്നെയാണ്. അമേരിക്കൻ കമ്പനി. 90 HP ആണ്. പവർ ടോപ്പ് സ്പീഡ് 125 km. 4 ഡോർ സെഡാൻ. ഷെവർലെറ്റിൻ്റെ വേറൊരു സാധനം ഉണ്ടോ, ഒരു ജീപ്പ് ടൈപ്പ് മോഡല്. ഗൈസ് ഒരുപാട് മോഡലുണ്ട്. പറഞ്ഞ് മതിയായി. അപ്പോൾ ഏകദേശം മോഡലുകളൊക്കെ, അത്യാവശ്യം മോഡലുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഇപ്പോൾ അറിയപ്പെടാത്ത കുറേ മോഡലുകളൊക്കെ ഉണ്ട്. ഏതൊക്കെയൊക്കെയോ BMW ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ എന്താണ് ഗോഗോ മൊബൈൽ, നമുക്കൊന്നും അറിയാത്തൊരു സംഭവമൊക്കെ ഉണ്ട്. ഇതാണ്ട ഇതൊക്കെ ഏതാണ് കമ്പനി. അങ്ങനെ കുറേ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. വേണ്ട ഇതുപോലെ ചെറിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്ത് വണ്ടി. ഏതാ ഗൈസ്, നമ്മൾ ഒരു സംഭവത്തിന് മാത്രം പറഞ്ഞിട്ടില്ല. റോൾസ് റോയ്സിൻ്റെ ഇതാ കൺട്രോളിങ് പഴയ വണ്ടി റോൾസ് റോയ്സ്. ഇത് റോൾസ് റോയ്സാണ്. ഹാൻഡ് മെയ്ഡ് വണ്ടി. അതാണ് റോൾസ് റോയ്സിൻ്റെ പ്രത്യേകത. ഈ ഒരു വണ്ടി നമ്മളെ 1976 1976 സിൽവർ ഷാഡോ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എത്ര എണ്ണമാണ് അറിയോ? നമ്പേഴ്സ്
16,717 പ്രൊഡ്യൂസറാണ്. ഇംഗ്ലണ്ടാണ് റോൾസ് റോയ്സ്. അതെല്ലാവർക്കും അറിയാലോ. ടോപ്പ് സ്പീഡ് 142 4 ഡോർ സെഡാനാണ്. 142 km/h. ഇതിൻ്റെ പവർ വന്നിട്ട് 220 HP ആണ് കേട്ടോ. 4000 RPM ഉണ്ട്. അടിപൊളി വണ്ടി. കുറേ വണ്ടികൾ, ഇതൊക്കെ നമ്മളൊന്നും അറിയാത്ത സംഭവങ്ങളൊക്കെ. ഇതെടുത്തില്ല നമ്മൾ. അടിപൊളി കളർ. ആസ്റ്റൻ റോഡ്, ഇയർ ഓഫ് പ്രൊഡക്ഷൻ 1931. USA കമ്പനിയാണ്. പവർ 10 HP, ടോപ്പ് സ്പീഡ് 50 mph. ഇത് നമ്മുടെ മോറിസ് 1942 മോഡൽ, 48 മോഡൽ. അതിപ്പോൾ എക്സിറ്റ് അല്ലേ? യൂ ടേൺ ചെയ്ത് വരണ്ടേ? യൂ ടേൺ അല്ലേ പറഞ്ഞത്? മുകളിൽ പോയി എക്സിറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് സയൻസിലേക്ക് പോകണ്ടേ? അപ്പോൾ സയൻസിലേക്ക് പോകണ്ടേ? ഇതിൽ തന്നെ പോവാം. ഇങ്ങനെ പോകാം. അത് എക്സിറ്റ് അല്ലേ? അപ്പോൾ അങ്ങോട്ടാണ്. അവിടെ പോയി ചോദിച്ചിട്ട് ചോദിക്കാവോ? അല്ലെങ്കിൽ ഇങ്ങനെ പോവാ. അപ്പോൾ ഇതാണ് ഗൈസ് കാർ മ്യൂസിയം, GD കാർ മ്യൂസിയം. നിങ്ങൾ കോയമ്പത്തൂർ വരികയാണെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം നമുക്ക് കോംബോ ടിക്കറ്റ് 175 പെർ ഹെഡ്. അപ്പോൾ 175 ആകുമ്പോൾ നമുക്ക് സയൻസ് എക്സിബിഷനും കൂടി കാണാം. കാറും സയൻസ് എക്സിബിഷനും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കാണാം കേട്ടോ, ക്ലബ് ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതേ പോയിട്ട് ചോദിച്ചിട്ട് പോകാം. നീ കയറി ചോദിച്ചിട്ട് പോകാം. ഇവിടെ എന്നെ വിളിച്ചാൽ മതി. ചോദിക്കാൻ പറ്റ സയൻസ് മ്യൂസിയമാണ് കേട്ടോ. നമ്മൾ കോംബോ ടിക്കറ്റ് എടുത്തതിൽ സയൻസ് മ്യൂസിയമാണിത്. നിൻ്റെ അടുത്തല്ല അത്? പഴയ കാൽക്കുലേറ്റർ, ടൈപ്പ് റൈറ്റിംഗ് മെഷീന്, കാൽക്കുലേറ്ററിലൊക്കെ കണ്ടില്ലേ? ഇതിൽ മറ്റേത് കൊടുത്താണെങ്കിൽ ഈ ഒരു സംഭവം അല്ല ലൈറ്റ്.
പഴയതരം ടൈപ്പ് റൈറ്റിംഗ് പറ്റില്ല. ഏ ആ ബ്ലിങ്ക് ഉണ്ടാവും, ആ ഒരു ബ്ലിങ്ക് പറയും. പഴയ കമ്പ്യൂട്ടർ ഉണ്ടോ? കമ്പ്യൂട്ടറാ? ആ, ഇൻറ്റേർണൽ അസംബ്ലി ഓഫ് കമ്പ്യൂട്ടർ. അതിനുണ്ട്, അടിപൊളിയല്ലേ? അതാണ് വിൻറ്റേജ് കമ്പ്യൂട്ടർ. വിൻറ്റേജ് കമ്പ്യൂട്ടറാണിത്. മേക്ക് IBM ആണ്. മോഡൽ സിസ്റ്റം 345340 ആണ്. മാനുഫാക്ചർഡ് ബൈ IBM ആണ്, ഇറ്റലി. ഇറ്റലിയാണിത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് കപ്പാസിറ്റി ഹാർഡ് ഡിസ്ക് വന്നിട്ട് 32 MB, റാം 256 KB, ഡയമെൻഷൻ വന്നിട്ട് L160, വിഡ്ത്ത് വന്ന് 70, 121 cm, വെയ്റ്റ് 1000 കിലോ വെയ്റ്റുള്ള കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ അസംബ്ലിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലി മെയ്ഡാണ്. മോനെ, ഈ GD മ്യൂസിയം നിങ്ങൾക്കൊരു സംഭവം തന്നെയാണ്. കുട്ടികൾക്ക് കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. പഴയകാലം എങ്ങനെയൊക്കെയാണെന്നുള്ളത്, ജെനുവിൻ ക്വാളിറ്റി ഒക്കെയാണ് ഉണ്ടാക്കുക പണ്ട്. ഇപ്പോഴത്തെ പോലെ പടപടാന്ന് പോകുന്നുണ്ട്. ഇതും IBM കമ്പ്യൂട്ടർ സിസ്റ്റം 36 മോഡൽ, ഇറ്റലി തന്നെയാണ് കേട്ടോ IBM. പഴയ കമ്പ്യൂട്ടറാണ് കാണുന്നത്. ഇതാണ് കമ്പി. മെക്കാനിക്കൽ ക്യാഷ് ദ നാഷണൽ ക്യാഷ് രജിസ്റ്റർ കമ്പനി. പണ്ടത്തെ ഡോർ ലോക്കാണ്. ഇതെന്താണാവോ? ലെയ്ത്ത്. ഇതാണ് ലെയ്ത്ത് കേട്ടോ. നമ്മുടെ ടർണർമാരൊക്കെ യൂസ് ചെയ്യണ ലെയ്ത്താണിത്. ലെയ്ത്തിൻ്റെ ഒരു ചെറിയ മോഡലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റാങ്ക് കട്ടിങ്, അതുപോലെ തന്നെ എല്ലാ സംഭവവും ഉണ്ട്.
അപ്പോൾ എങ്ങനെയുണ്ട് GD കാർ മ്യൂസിയം അതേപോലെ തന്നെ സയൻസ് എക്സിബിഷനും? ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട് ഇനിയും. അതൊക്കെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് കാണാനുണ്ട് ഇനിയും. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂറോളം വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ഐക്കോണിൽ ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അതും കൂടി ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ.